കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലേയുടെ ദുഃഖാന തിരുനാളിന് ജൂലൈ 1 കൊടിയേറും. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാളിന് ജൂലൈ 1 കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 3 ദുഃഖാന തിരുനാൾ. അന്നേ ദിവസം 5 വൈദികർ പങ്കെടുക്കുന്ന റാസ കുർബാന, നേർച്ചകൂട്ട്, തിരുശേഷിപ്പ് വണക്കം, പ്രദക്ഷിണം എന്നിവയുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, കൈക്കാരന്മാരായ ആന്റണി കരിയാട്ടി, ജോസ് വെട്ടുപണിക്കൽ, തോമസ് മൂക്കണാമ്പറമ്പിൽ, വർഗീസ് വെളിയൻ എന്നിവർ പങ്കെടുത്തു. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും വലിയ ഒരു തിരുനാളിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഈ വരുന്ന ജൂലൈ 3 ദുഃഖാന തിരുനാൾ. നമ്മൾ പലരും ആ വാക്ക് കേട്ടിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു സുറിയാനി വാക്കാണ്. അതിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ്. ക്രിസ്തു ശിഷ്യന്മാരായിട്ടുള്ള 12 സ്ലീഹന്മാരിൽ ഒരാളായിട്ടുള്ള മാർ തോമസ് ലീഹായുടെ ഓർമ്മ തിരുനാളായിട്ടാണ് ജൂലൈ 3 നാം ആഘോഷിക്കുക. 3 ദിവസത്തെ പരിപാടികളാണ് തിരുനാളിനോടനുബന്ധിച്ച് നടക്കുക. ജൂലൈ 1 തിരുനാൾ ഒരുക്കമായിട്ടുള്ള നൊവേന, കുർബാന, ലതീന് കാര്യങ്ങളൊക്കെ തുടങ്ങും. ജൂലൈ 1 വൈകിട്ട് 6:30 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. തിരുനാൾ കൊടിയേറ്റം അന്ന് തന്നെയായിരിക്കും. ജൂലൈ 2 ആഘോഷമായ തിരുവരി വൈകിട്ട് 6:30 തുടർന്ന് ലതീന്, നൊവേന, പള്ളി ചുറ്റി പ്രദക്ഷിണം എന്നിവയായിരുന്നു. ജൂലൈ 3 തിരുനാൾ ദിനമാണ്. അന്ന് രാവിലെ 7 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന. അതേ തുടർന്ന് കൂട്ടുവെഞ്ചരിപ്പുണ്ടായിരിക്കും. 10,000 പേർക്കാണ് കൂട്ടുസദ്യ തയ്യാറാക്കിയിരിക്കുക. അത് സ്വീകരിക്കാനായിട്ട് നാനാജാതി മത്സരമായിട്ടുള്ള ഭക്തജനങ്ങളെല്ലാവരും കനകമല ഇടവക ദേവാലയ അങ്കണത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഇരിഞ്ഞാലക്കുട രൂപതയിലെ 141 ഇടവകകളിൽ നിന്നും ഇടവക പ്രതിനിധികളായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ, വിശ്വാസികൾ കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്നതായിരിക്കും. 10 മണിക്ക് ആഘോഷമായ റാസ കുർബാന. ശിവമലബാർ സഭയുടെ ഏറ്റവും ആഘോഷമായ കുർബാനയാണ് റാസ കുർബാന. ആ റാസ കുർബാന 5 കാർമ്മികരുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. അതേ തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരിക്കും. കൂട്ടുനേർച്ച രാവിലെ ഒരു 10 മണിയോടുകൂടി 7 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂട്ടുനേർച്ച കൊടുത്തു തുടങ്ങും. നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം കനകമല ഇടവക ദേവാലയ അങ്കണത്തിലേക്ക് തിരുനാളിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ രോഗികളായിട്ട് വീടുകളിൽ കഴിയുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള കനകമല ഇടവകയോട് ചേർന്നുള്ള കുടുംബങ്ങളിലേക്ക് കൂട്ടുനേർച്ച കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു.